ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാ, ഇന്ന് ഡ്രീം ഡ്രൈവിൽ നമ്മൾ പുതിയൊരു വണ്ടിയൊന്നുമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, ഇന്ന് നമ്മൾ ഒരു സർവീസാണ് എന്താണ്, അതായത് നമുക്കറിയാം ഇപ്പം കൊറോണയൊക്കെ കൂടിയ സാഹചര്യത്തിൽ എല്ലാവരും സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കി എല്ലാവരും വീട്ടിൽ തന്നെയാണ് കൂടുതലും, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഇറങ്ങുക. അപ്പം നമ്മുടെ വാഹന ലോകത്തുള്ളവർക്കൊക്കെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ഈ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ എറണാകുളത്തെ NCS ഹ്യുണ്ടായി എളമക്കരയിലുള്ള നമ്മുടെ ഹ്യുണ്ടായുടെ ഷോറൂം ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, മൊബൈൽ സർവീസ് വാൻ. ഇതാണ് അവർ അതിന് പറയുന്ന പേര്. അതായത് നമ്മുടെ വണ്ടിക്ക്, ഹുണ്ടായുടെ വണ്ടികൾക്ക് നമ്മൾ ഷോറൂമിൽ ചെന്ന് ചെയ്യുന്ന സർവീസുകൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല. അത് മാത്രമല്ല, എനിക്കതിലുപരി സമയം ഒരുപാട് ലാഭമുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഞാൻ വണ്ടി യൂസ് ചെയ്യുന്ന ഹുണ്ടായി വണ്ടിയാണ്. എനിക്ക് സർവീസ് പീരീഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി ഷോറൂമിൽ കൊണ്ടിട്ട് ഷോറൂമിൽ നിന്ന് ഞാൻ ഉബർ എടുത്ത് ഓഫീസിൽ പോയി, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. വിളിച്ച് ബുക്ക് ചെയ്യുക, അവർ നമ്മുടെ വണ്ടി എവിടെയാണോ കിടക്കുന്നത്, വീട്ടിലായാലും ഫ്ലാറ്റിലായാലും എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ വന്ന് വണ്ടി സർവീസ് ചെയ്ത് വൃത്തിയാക്കി പേയ്മെന്റ് വരെ ഓൺലൈൻ സെറ്റിൽമെന്റ് നടത്താനുള്ള സാഹചര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ ഷോറൂമിൽ ചെയ്യുന്ന അതായത് നമ്മുടെ സർവീസ് സെന്ററിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വീടിന്റെ അവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഈ ഒരു വണ്ടി കൊണ്ട് സർവീസ് സെന്ററിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റുമെന്ന്. അതെന്തായാലും ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും കാണിച്ചും ഒക്കെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. പക്ഷെ ബേസിക്കലി നമുക്ക് സമയം ലാഭമാണ്. രണ്ട്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വണ്ടിയും കൊണ്ട് ട്രാവൽ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എറണാകുളത്ത് എളമക്കര NCSന്റെ സർവീസ് സെന്ററിലാണ് ഈ ഒരു വണ്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം സെന്ററിൽ എനിക്ക് തോന്നുന്നു റൂറൽ ഏരിയസിൽ കൂടുതൽ എത്തിപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സർവീസാണ്, മൊബൈൽ സർവീസ് വാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഹുണ്ടായിക്കും NCSനും ഒരു ക്ലാപ്സ്. കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഈ സംഭവം ഇഷ്ടപ്പെട്ടു, ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, സമയം ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ട് രണ്ടും ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സാറിനോട് ചോദിക്കണം. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സർവീസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ മൊബൈൽ സർവീസ് വാനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പ്രവീൺ സാർ ഇവിടെ ഉണ്ട്. പ്രവീൺ സാറ് നമ്മുടെ NCSലെ സർവീസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. അപ്പോൾ ആതിര എന്നോട് കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾ ഇവിടെയും ചോദിക്കാം. അതെ, ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? അതായത് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് ബേസ് തൊട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾസ് ബോക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈഡ്രോളിക് പവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളിക് പവർ പാക്ക് ഉണ്ട്. പിന്നെ ജനറേറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീൽ ബാലൻസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാക്കി അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സും ടൂൾസും എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പേരുകളല്ലേ ഇതൊക്കെ? അതെ, ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 23 എക്യുപ്മെന്റ്സ് ഉണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഈ റിയർ സൈഡ് തൊട്ടൊന്ന് തുടങ്ങാം. ഈ ഒരു ഭാഗം ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ആ ഒരു ഓപ്പറേഷൻ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനമൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന് എടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കാർ അതിൽ കയറ്റി വെച്ചിട്ടാണ് സർവീസ്. അപ്പോൾ എത്ര സർവീസിന് എത്ര പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ശരിക്കും 2 പേര് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 2 പേര് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 പേര് ചെയ്യാം. അറ്റ് എ ടൈം എത്ര വണ്ടികൾ ചെയ്യാൻ പറ്റും? ഒരു 5 വണ്ടി 6 വണ്ടിയൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. എത്ര നേരം ഒരു വണ്ടിക്ക് എടുക്കും? ഒരു വണ്ടി സർവീസിന് ഏകദേശം 1 മണിക്കൂർ താഴെ എടുക്കത്തുള്ളൂ. നമുക്ക് ഇതിനകത്ത് വാഷിംഗ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ സമയം 1 മണിക്കൂർ മുകളിലെടുക്കും ആവറേജ്. അപ്പോൾ ഈ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഏത് ഭാഗത്താണ്? വാട്ടർ ടാങ്ക് വരുന്നതിൻ്റെ നേരെ ബാക്കിലാണ് വരുന്നത്, സൈഡിൽ. അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എത്ര വണ്ടി വരെ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള? അതിൽ 3 വണ്ടി വരെ വാഷ് ചെയ്യാൻ പറ്റും. അതിനകത്ത് അത് കഴിയുമ്പോൾ നമ്മൾ റീഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം.
ഇതിനകത്ത് എയർ കംപ്രസർ ഉണ്ട്. എയർ കംപ്രസ് വെച്ചിട്ട് നമുക്ക് കംപ്രസ് ചെയ്ത് എയർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂമാറ്റിക് ഓപ്പറേഷൻസ് എല്ലാം നടക്കും. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഓപ്പറേഷൻസിന് ഹൈഡ്രോളിക് പവർ പാക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറേറ്റർ ഉണ്ട്. വീൽ ബാലൻസിങ് ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ കാണുന്നതാണ് സ്പെയർ പാർട്സിൻ്റെ ഒരു പാർട്സ് റാക്കാണ്. അതിനകത്ത് നമുക്ക് സ്പെയർ ആവശ്യമുള്ള പാർട്സുകളൊക്കെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഒരു ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സർവീസിൻ്റെ പാർട്സുകളെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണോ? മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അത്ര നന്നായിരിക്കും. കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വിടാൻ പറ്റുന്നതായിരിക്കും. ലിജോ ഇങ്ങനെ ആദ്യം പറഞ്ഞപ്പോൾ ഇൻട്രോ പറഞ്ഞിരുന്നു കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റൂറൽ ഏരിയാസും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത്. അതെ അതെ. അപ്പോൾ ഞാനൊരു കാര്യം, നമ്മളിപ്പം ഒരു ആൾ വിളിച്ചു, ബുക്ക് ചെയ്തു, നമ്മളവിടെ ചെന്നു. നമ്മൾ ചെന്നിട്ട് എന്തൊക്കെ ഇപ്പോൾ ബേസിക് ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, അങ്ങനെ സർവീസുകളുണ്ടല്ലോ. ഓരോ സർവീസിനും ഓരോ വണ്ടികൾക്ക് പല പല കാര്യങ്ങളായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞു ഉണ്ട്. പിന്നെ നമുക്ക് വാഷിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂൾ ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇൻ കേസ് എൻ്റെ വണ്ടിക്ക് ഒരു എന്തെങ്കിലും ഒരു പാർട്സ് ആവശ്യമുണ്ട്, ആ സർവീസിൽ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പാർട്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവുമോ അതോ എങ്ങനെയാണ് അത്? നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസാണ് നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്സുകളൊക്കെ നമ്മൾ അതിനകത്ത് ഈ ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് കൂടാതെ കസ്റ്റമർ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറോട് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ കംപ്ലയിൻസുകൾ വല്ലതും ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലയിൻസുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്സുകൾ എന്തെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് കീപ്പ് ചെയ്യാം. അത് ഈ സർവീസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ വണ്ടി സർവീസ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മളത് മെൻഷൻ ചെയ്യണം. ഇന്ന കംപ്ലയിൻസ് ഉണ്ട്, ഇന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇന്ന വൈപ്പർ ബ്ലേഡ് ആണെങ്കിൽ അതിൻ്റെ ഇന്ന കാര്യങ്ങൾ പറയണം. അത് അവർ അതിൻ്റെ പാർട്സും കൊണ്ട് വരും. നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഒരു വണ്ടി സർവീസ് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ. വാഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതെ അതെ അതെ. അതായത് വാഷിങ്ങിന് വേണ്ടി നമ്മൾ വേറെ ഒരാളിനെ വെച്ചിട്ടുണ്ട്, അസൈൻ ചെയ്യുന്നുണ്ട്. അയാളാണ് വാഷിംഗ് ചെയ്യുന്നത്. 2 പേര് ടെക്നീഷ്യന്മാർ സർവീസ് ചെയ്യും. സർവീസ് ചെയ്ത് കംപ്ലീറ്റ് ആയ വണ്ടി വാഷിങ്ങിലേക്ക് പോകും. അതുപോലെ ഒരു സംശയം, നമുക്കിപ്പം നമ്മുടെ സർവീസ് സെന്ററിൽ കൊണ്ടുവരുന്ന കോസ്റ്റും ഈ വണ്ടി വന്നിട്ട് ചെയ്യുന്ന കോസ്റ്റും തമ്മിൽ സെയിം ആണോ? എല്ലാം സെയിം ആണ്. അതിനകത്ത് യാതൊരു വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ഓർഡർ ഓപ്പൺ ആക്കണം. ആ റിപ്പയർ ഓർഡർ ഓപ്പൺ ആക്കുന്നത് ഇവിടെ സെയിം തന്നെയാണ്. നമുക്ക് ഓൺലൈനായിട്ട് കസ്റ്റമർക്ക് വാട്സാപ്പിലൂടെ റിപ്പയർ ഓർഡർ പോകും. അതുപോലെ തന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലും വാട്സാപ്പിലൂടെ കസ്റ്റമർക്ക് പോകും. പേയ്മെൻറ്റും ഓൺലൈനിലാണ് നടക്കുന്നത്. എല്ലാം സെയിം ആണ്. നമ്മുടെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അതെ 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 അതെ. കാരണം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ആൾക്കാർക്ക് സർവീസ് സെന്ററിലേക്ക് വരാനൊരു ബുദ്ധിമുട്ടും പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമുക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സാനിറ്റൈസേഷൻ ഒക്കെ ചെയ്തിട്ടാണ്. അതെ അതെ, എല്ലാം സാനിറ്റൈസേഷൻ ചെയ്തിട്ടാണ് വരുന്നത്. അതും കറക്റ്റായിട്ട് കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് സർവീസ് ചെയ്യുന്നത്, അപ്പോൾ അത് സാനിറ്റൈസ് ചെയ്യുമോ, വണ്ടി സാനിറ്റൈസ് ചെയ്യുമോ എന്നൊക്കെ പ്രോപ്പറായിട്ട് അതും ആലോചിക്കുന്നുണ്ടാവും. കാരണം ഈ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ ആ സാനിറ്റൈസേഷനും ഇതിൻ്റെ കൂട്ടത്തിലാണ് ചെയ്യുന്നുണ്ട്. നമുക്ക് സർവീസ് ചെയ്തതിന് ശേഷം ഹൈടെക് സാനിറ്റൈസേഷൻ ഉണ്ട്. കുറച്ച് പോയിന്റ്സ് ഒക്കെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. കസ്റ്റമർക്ക് സേഫ് ആയിട്ടായിരിക്കും വണ്ടി ഡെലിവറി കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വണ്ടി സർവീസ് ചെയ്യാൻ നിങ്ങൾ വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നീഡ്സ് പറയാനുണ്ടോ? ഐ മീൻ വണ്ടി അവിടെ ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് തരണം. അതായത് നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ലിഫ്റ്റിലാണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലിഫ്റ്റ് ഒന്ന് സ്റ്റേബിളായ സ്ഥലത്ത് ഒന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റേബിളായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വണ്ടി വെയിറ്റ് ഉള്ള കാരണം അത് സ്റ്റേബിളായിട്ട് പൊക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഷെയ്ക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്ലേസ് ഒന്ന് സേഫ് ആയിരിക്കണം. മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ താന്നു പോകുന്ന സ്ഥലങ്ങളായിരിക്കണം. ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റർലോക്കഡ് സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, എന്ത് കുഴപ്പമില്ല. പിന്നെ ജനറേറ്റർ ഉണ്ടല്ലോ, വേറെ കറണ്ട് ആവശ്യമൊന്നും ഇല്ല. ജനറേറ്ററിന് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വേറെ കറണ്ടിനൊന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഒരു ബേസിക് കാര്യങ്ങൾ. എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഗോഡ്വിൻ ബ്രോ, ഇപ്പോൾ ബ്രോ ആണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് പരിചയമുള്ളത്. അപ്പോൾ നമ്മളും ഇത് കണ്ടിട്ടില്ല ഇതുവരെ. നമ്മൾ ഇത് വർക്കിംഗ് പ്രോസസ്സ് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുമ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ചോദിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു വണ്ടി സർവീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മുതലൊന്ന് പറഞ്ഞു തരാമോ? എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ? ഫസ്റ്റ് നമ്മൾ വണ്ടി വന്നിട്ട് വണ്ടിയുടെ ഫുൾ ഡോർ ഓപ്പൺ ആക്കുക. ഓക്കെ. പിന്നെ വരുന്നത് ജനറേറ്ററാണ്. ഓക്കെ. ജനറേറ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാത്തിൻ്റെ പ്രൊഡക്ഷൻ പോകുന്നത്. എല്ലാ ടൈപ്പ്, അതായത് നമുക്ക് ചെറിയ വാഹനങ്ങൾ തൊട്ട് വലിയ വാഹനങ്ങൾ SUV ടൈപ്പ് വരെ ഉണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു ഹ്യുണ്ടായുടെ വണ്ടികളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വലുത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? അത് സ്പേസ് കറക്റ്റ് ആയിരിക്കണം, അതായത് ലെവലായിട്ടുള്ള സ്ഥലം ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയാണ് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്? വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ പൊങ്ങും. അപ്പോൾ ടൂൾ കിറ്റ് ഒക്കെ ഇത് ടൂൾ ബോക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഡ്രെയിൻ ചെയ്യാനുള്ള അത്. ഓക്കെ. പിന്നെ വെള്ളത്തിന്റെ ടാങ്ക് അതല്ലേ? ഓക്കെ. അതിന്റെ മുകളിൽ സ്പെയർ പാർട്സ് റാക്ക്. വീൽ ബാലൻസർ സൈഡിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഏറ്റവും അവസാനം വാഷിംഗ് അല്ലേ? വാഷിംഗ്. ഓക്കെ. അപ്പോൾ ഇതിന് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ താഴെ വരും. തിരിച്ച് ഇപ്പോൾ ഈ ലിഫ്റ്റ് കയറ്റാനുള്ള, അതായത് വണ്ടി വന്ന് സർവീസ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയം അത് ഉൾപ്പെടെയാണ് 1.5 മണിക്കൂർ വേണ്ടി വന്ന്? അതെ, അങ്ങനെയാണ്. വന്നിട്ട് നമ്മൾ ചെയ്യും. എല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ 1.5 മണിക്കൂറോളം എടുക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഇനി എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു NCSന്റെ മൊബൈൽ സർവീസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഏകദേശം 23ഓളം ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും. അപ്പം ആദ്യം ഒരു സ്പെയർ പാർട്സ് റാക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലോക്കബിൾ ഡോസ്, പോർട്ടബിൾ ടൂൾ ബോക്സ്, വാക്വം ക്ലീനർ, വേസ്റ്റ് ഓയിൽ ഡിസ്പോസർ, പിന്നെ ഓയിൽ പാൻ ഫോർ വേസ്റ്റ് ഓയിൽ കളക്ഷൻ ഉണ്ട്. പിന്നെ എയർ കംപ്രസർ, ജെൻസെറ്റ്, കൺട്രോൾ പാനൽ, വാട്ടർ ടാങ്ക്, വാഷിംഗ് പമ്പ്, ന്യൂമാറ്റിക് ടൂൾസ്, ജനറൽ ടൂൾസ്, ബ്രേക്ക് ബ്ലീഡർ, പിന്നെ ടയർ പ്രഷർ ഗ്യാരേജ്, ജോബ് കാർഡ് ഹോൾഡർ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ന്യൂമാറ്റിക് പോളിഷർ, എയർ പ്രഷർ ഓയിൽ ലൈൻ, ഹൈഡ്രോളിക് സിസർ ലിഫ്റ്റ്, പിന്നെ ഡ്യുവൽ ആക്ടിംഗ് പവർ പാക്ക്, ഹൈഡ്രോളിക് ജാക്ക്, വീൽ ബാലൻസർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 23ഓളം നമുക്ക് ഫെസിലിറ്റീസ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു സർവീസ് വാനിൽ 23 ഫെസിലിറ്റീസ് ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ആൻഡ് ഇതാണ് അവരുടെ ഓപ്പറേഷൻ സേഫ്റ്റി പ്രിക്കോഷൻ ഡീറ്റെയിൽസ്. അതായത് ഇതിനകത്ത് ഫോട്ടോ സഹിതം അവർ കൊടുത്തിട്ടുണ്ട്. ഒരു എബൌട്ട് 15 സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഒരു വണ്ടി സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ അവർ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് ആദ്യം ചെയ്യുന്നതും അവസാനം ചെയ്യുന്നതെല്ലാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ സർവീസ് വെഹിക്കിൾ, ഈ ഒരു വാനിൻ്റെ ഡീറ്റെയിൽസ്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു NCSൻ്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ക്ലാപ്പ് ചെയ്യേണ്ടതാണ്. കാരണം
ഇത്രയും ഒരു സാഹചര്യത്തിൽ ആവശ്യമുള്ളവർന്നല്ല ആവശ്യക്കാരെ ഉണ്ടാവുള്ളൂ. അതെ, ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഡ്രീം ഡ്രൈവിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് ആവശ്യമുള്ളത് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തായാലും എറണാകുളത്ത് എളമക്കരയിലാണ് ഉള്ളത്. അപ്പോൾ എറണാകുളത്തുള്ള ഹുണ്ടായി യൂസേഴ്സ് ഇത് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഷോറൂമിൽ അവൈലബിൾ ആണ്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇത് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുക, വെറുതെ സമയം കളയണ്ട. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു പുതിയ വണ്ടിക്ക് പകരം ഞങ്ങൾ യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്ന ഈ ഒരു നമ്മുടെ സർവീസ് വെഹിക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു അല്ലേ? എല്ലാവരും ഈ ഒരു കാര്യം, ഈ ഒരു മൊബൈൽ സർവീസ് സെൻറ്റർ എല്ലാവരും യൂസ് ചെയ്യുക. കാര്യം ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻസിൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് സേഫായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ അറിവുകളോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.